ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഈ ചാനലിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ ഫാസ്റ്റ് ട്രാക്ക് നടക്കുക. അതുകൊണ്ട് തന്നെ 6 മാസത്തിൽ പഠിക്കേണ്ടത് നമ്മൾ വെറും 3 മാസത്തിലാണ് പഠിക്കുന്നത്. അപ്പം കുറേ എക്സാംസ് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്. അതെല്ലാം കാരണം പിന്നെ എനിക്ക് സമയവും അത്ര കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാളൊരു വലിയൊരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പറഞ്ഞായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ സൈഡിലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് റിവ്യൂ നമുക്ക് നോക്കാം. ആഡ്കോമിന്റെ ഒരു ട്രാവൽ ലെൻസാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. അപ്പോൾ ഇതാ സീലൈറ്ററൊക്കെയാണ് വരുന്നത്. അപ്പം എന്തായാലും തുറന്നു നോക്കാം. പിന്നെ ആഡ്കോമിന്റെ കുറേ പ്രൊഡക്ട്സിൽ റിവ്യൂ ഇട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഉള്ള പോലെ തന്നെ ആദ്യം തന്നെ ഒരു 10% ഡിസ്കൗണ്ട് കാർഡ് ഉണ്ട്. പിന്നെ വാറന്റി കാർഡ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസിന്റെ കൂടെ ക്യാപ്പ് വരുന്നുണ്ട്, ലെൻസ് ക്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ക്ലീനിങ് ക്ലോത്ത് കൂടെ ഉണ്ട്. ആഡ്കോമിന്റെ തന്നെ ക്ലീനിങ് ക്ലോത്ത് ആണ്. അപ്പം ഇതേപോലെ നല്ലൊരു സ്റ്റേഡി ബോക്സ് ആണ്. ഈ ബോക്സിന്റെ അകത്താണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കീ ചെയിൻ റിങ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് തന്നെ കൂടെ എടുക്കാം. അതുകൊണ്ട് തന്നെ ട്രാവൽ ലെൻസ് എന്നാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലെൻസ് നോക്കാം. ഇതാണ് നമ്മുടെ ലെൻസ്. അപ്പോൾ ഇതിന് 2 പവർ ഉണ്ട്. എത്ര അടുത്ത് പോയി നമുക്ക് ഡീറ്റെയിൽസ് എടുക്കാനുള്ള 2 മാഗ്നിഫിക്കേഷൻ ഉള്ളത്. അതായത് 12x 24x. പിന്നെ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് പോലത്തെ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ക്ലിപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ലെൻസിൻ്റെ ഡിഫ്യൂസർ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഡിഫ്യൂസ് ലൈറ്റ് ആക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസിന് ഒരു കുറവും വരില്ല. ഇതിപ്പം 24x കിടക്കുന്നത്. നമുക്ക് 12 മാറ്റണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് അൺസ്ക്രൂ ചെയ്താൽ ഇപ്പം 12x ആണുള്ളത്. അപ്പോൾ എൻ്റെ ഫോണിനെ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലെൻസ് നമ്മുടെ കുറേ ലെൻസ് കാണും നമ്മുടെ ഫോണിൽ. നമ്മുടെ പ്രൈമറി ലെൻസിലോട്ടാണ് വെക്കേണ്ടത്. ഇതാണ് എൻ്റെ പ്രൈമറി ലെൻസ്. അതിലേക്ക് നമ്മൾ ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഫോണിലേക്ക് ആയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ക്യാമറ ആപ്പ് എടുത്താൽ മതി. നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വ്യത്യാസം. ഇങ്ങനത്തെ ലെൻസുകൾ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും. ചില ലെൻസ് നമ്മൾ ഇടുമ്പോൾ സൈഡിൽ ഫുള്ള് ബ്ലാക്ക് ആയിട്ടിരിക്കും. അതായത് ഈ ലെൻസിൻ്റെ കവറൊക്കെ അവിടെ വന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പം അത് നമ്മുടെ സ്ക്രീനിലേക്ക് വരും. അപ്പം ഇതിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് ഈ ലെൻസ് വെച്ചിട്ടും ലെൻസ് ഇല്ലാതെയും നമുക്ക് 2-3 ക്ലിപ്പുകൾ എടുത്ത് നോക്കാം എന്ത് വ്യത്യാസമാണ് വരണമെന്ന്. ഈ ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ മാത്രമേ നമുക്ക് ഫോക്കസ് ആവും. അടുത്തുകൊണ്ടുവന്നാൽ ഫോക്കസ് ആവൂല. അപ്പം ഇതാണ് ഒരു ലെൻസ് ഇല്ലാതെ നമ്മൾ ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ. എനിക്ക് ഈ ഡീറ്റെയിൽസാണ് വേണ്ടത്. പക്ഷെ അടുത്ത് വരുമ്പം നമുക്ക് ഫോക്കസ് ആവണില്ല. അപ്പം ഇനി നമുക്ക് ലെൻസ് വെച്ച് നോക്കാം. അപ്പം ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെൻസ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ കണ്ട അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൻ്റെ അത് കിട്ടും. നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ അത് ഫോക്കസ് ആവും. നമ്മൾ ആവശ്യമുള്ള ഭാഗത്തോട്ട് പോയാൽ നമുക്കിതെല്ലാം ഫോക്കസ് ആയി കിട്ടും. കണ്ടാ ഇലയുടെ ഓരോ ലൈൻസും കാണാൻ പറ്റും നല്ല ക്ലിയർ ആയിട്ട്. ഓക്കെ, അത് വിട്. നമുക്ക് ഇല വിട്ട് എൻ്റെ കൈ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര അടുത്ത് പോകാൻ പറ്റുമെന്ന്. എൻ്റെ കയ്യിൽ പൊടിയുണ്ട്. എന്താ നമ്മളല്ലാതെ നമ്മുടെ സാധാ കണ്ണ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റൂല. പക്ഷേ അവിടെ ശരിക്കും ഒരു പൊടിയുണ്ട്. ചെറിയൊരു പൊടിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഒരു ലെൻസിൽ. നമുക്കിനി ഇതിൻ്റെ തന്നെ മറ്റേ ലെൻസ് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് അൺസ്ക്രൂ ചെയ്തെടുക്കാനേ ഉള്ളൂ. ഇത് വന്നിട്ട് 12x. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്ക് അത്രയും അടുത്ത് പോകണ്ട, പക്ഷെ എന്നാലും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണം. അതിനാണ് നമ്മൾ ഈ ലെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പം മാക്രോ ഷൂട്ട് ചെയ്യണവർക്ക് എല്ലാവർക്കും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ലെൻസാണ് ഈ 2. ഇതിൽ തന്നെ 2 മാഗ്നിഫിക്കേഷൻ വരണമുണ്ട്. അപ്പം നമുക്ക് ലെൻസ് വാങ്ങണമെങ്കിൽ ഈ ഒരു ലെൻസ് മാത്രം വാങ്ങിയാൽ മതി. ഹലോ, അപ്പം നമുക്ക് ഈ ഡിഫ്യൂസറിന് ആകെ ഡിഫ്യൂസ് ചെയ്യുന്ന ജോബ് മാത്രമല്ല, അതായത് നമ്മൾ ഈ ഡിഫ്യൂസർ എത്ര ദൂരം വയ്ക്കും അത്രയും അടുത്ത് വരെ നമുക്ക് ഈ സാധനം കൊണ്ടുവരാൻ പറ്റും. അത്രയും ഫോക്കസ് ആവുകയും ചെയ്യാം. അപ്പം നമുക്കൊരു എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഡിഫ്യൂസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ബ്രൈറ്റ് ലൈറ്റ് അടിച്ചാലും നമുക്കത് ഡിഫ്യൂസ് ചെയ്താണ് ക്യാമറയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്വാൻറ്റേജും കൂടിയാണ് ഈ ഡിഫ്യൂസർ. അപ്പം നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ ഒരു ചിലന്തിയെ കാണാൻ പറ്റൂല്ലെന്ന് അറിഞ്ഞുകൂടാ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ ചിലന്തിയില്ലേ, ആ ചിലന്തിയാണ്. നമ്മുടെ സാധാ ഒരു ഫോണിൽ എടുത്താൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഈ ലെൻസ് വെച്ച് നമ്മൾ എടുത്ത ഫോട്ടോ നോക്കിയാൽ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.
അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ്കോമിന്റെ ട്രാവൽ ലെൻസ്. മാക്രോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 12x ഉണ്ട്, 24x ഉണ്ട്. അപ്പോൾ ഇതേപോലെ കുറെ ലെൻസുകൾ ആഡ്കോമിനുണ്ട്. അപ്പം നിങ്ങൾ അവരുടെ സൈറ്റിൽ പോയാൽ എല്ലാം ലെൻസ് കാണാൻ പറ്റും. അവരുടെ സൈറ്റാണ് adcom.com. അപ്പോൾ അവരുടെ സൈറ്റിൽ എന്ന് വെച്ചാൽ ആമസോണും ഫ്ലിപ്കാർട്ടിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ പോലും അവരുടെ സൈറ്റിൽ പോയാൽ നമുക്ക് നല്ല ചീപ്പ് റേറ്റിന് വാങ്ങിക്കാൻ പറ്റും. ഇത് വന്നിട്ട് 2000 രൂപയാണ് അവരുടെ സൈറ്റിൽ പറയുന്നത്. പക്ഷെ എന്നാലും അവരുടെ ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് വെച്ചാൽ 1000 rupees ആണ്. 1000 rupees നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ആപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് അടുത്തത്. അപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ സൈഡിലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.